സ്പോഞ്ച് നാണുവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാംസ്കാരിക രംഗത്തായാലും കലാരംഗത്തായാലും പ്രഭാഷണം, എഴുത്ത് തുടങ്ങിയ കലകൾ ചെയ്യുന്ന ഏറ്റവും മുകളിലുള്ള ആളുകളെ അനുകരിക്കുന്ന എന്നെ പോലുള്ളവർ, പക്ഷെ ജീവിതത്തിലും ഇവരെ അനുകരിക്കുന്നവരുണ്ട്. ഞാനൊരു വലിയ എഴുത്തുകാരനാണെന്ന് അഹങ്കരിക്കുക, ഞാനൊരു വലിയ കലാകാരാണെന്ന് സ്വയം പറയുക, എന്നിട്ട് പരിഹാസ്യരാവുക. എനിക്ക് തോന്നുന്നു സ്പോഞ്ച് നാണു ഇതിൽ എവിടെയാണ്, ഏത് ഗണത്തിലാണ്, ഏത് പട്ടികയിലാണ് നിങ്ങളെ ഏലപ്പെടുത്തുക? സ്പോഞ്ച് നാണു രസകരമായ ഒരു ഒറ്റയാനാണ്. നമുക്ക് കാണാം സ്പോഞ്ച് നാണുവിന്റെ അതിവിദഗ്ധമായ ഒരു ഒറ്റയാൾ പ്രകടനം. എന്തോ നടച്ചിട്ടില്ല എവിടെ പോയത്? സുഖു എന്താണ് എടാ തുറക്കടാ, കിളിവാതിൽ തുറക്കടാ. എടാ ഒരു ചെറുത് ഇങ്ങോട്ട് ഇടറാ. ഇന്നൊന്നാം തീയതി അറിയത്തില്ലേ? പിന്നെ പോകോ. ഞാനെങ്ങാണോ അധികാരത്തിൽ വന്നാൽ ആദ്യമായിട്ട് ഈ കലണ്ടറിൽ നിന്ന് 1-ാം തീയതി എടുത്താൽ കളയും. വേണ്ട, ഒന്നെന്തിനാ അല്ല, ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമാണ് നേരത്തെ വന്നത്. എല്ലാരും വന്നിരിക്കുക എന്നേക്കാൾ മുമ്പ് അല്ലേ? മാലയും ബൊക്കയും കയ്യില് ഒരു ട്രോഫിയും ഒക്കെ ആയിട്ട് എന്താ ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ? അത് വേറൊരു കഥയാ. അത് എന്താ പറയാ, ഇത് കലയിലും സാഹിത്യത്തിലും എനിക്കുള്ള സമഗ്ര സംഭാവന മുൻനിർത്തി. സമഗ്ര വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. സമഗ്ര സംഭാവന അതിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് തന്ന ഉപഹാരങ്ങളാണ്. ദേശീയ പുരസ്കാരത്തിന് തുല്യമായി വരും. ലിറ്റിൽ സ്റ്റാർസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി. ലിറ്റിൽ സ്റ്റാർസ് ക്ലബ്ബ് കഞ്ഞിക്കുഴി, കുഞ്ഞുങ്ങളുടെ അത്തരത്തിലുള്ള അവാർഡ് നമുക്ക് തന്നിരുന്നു. കല ഇപ്പോ എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. അതെ, പൈതൃകമായി വന്നു ചേരുന്നതാണ്. എൻ്റെ അച്ഛൻ വലിയ കലാകാരനായിരുന്നു, പാട്ടുകാരനായിരുന്നു. പാടിക്കൊണ്ടിരുന്നപ്പോ തന്നെ മരണവും സംഭവിച്ചു. അങ്ങനെ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അല്ല, അങ്ങനെയാണല്ലോ യഥാർത്ഥ കലാകാരന്മാർ. അച്ഛൻ പാടിയിരുന്ന പാട്ടേതാ? അച്ഛന് ഈ പ്രകൃതിയെയാണ് കൂടുതൽ ഇഷ്ടം. പ്രകൃതി വർണ്ണനയോ? പ്രകൃതി വർണ്ണന. അദ്ദേഹം മഴയത്തിറങ്ങിയ ഒരു ദിവസം, മിന്നലേ മിന്നലേ താഴെ വരൂ, കൂടെ ഇടിയും കുടിഞ്ഞ് വന്നു. ഈ സ്പോഞ്ച് നാണു എങ്ങനെ പേര് വന്നു? ആളുകളത് ആദരവോടെ വിളിക്കുന്നതാണോ അതോ ആക്ഷേപിക്കുന്നതാണോ? സ്പോഞ്ച് ഈ രണ്ടും ആപേക്ഷികമാണല്ലോ. അതായത് സ്പോഞ്ച് നാണു എന്ന് പേര് വന്നതല്ല, എന്നെ വരുത്തിയതാണ്. ഇതുപോലുള്ള സായാഹ്നങ്ങളിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചേക്കേറുമ്പോൾ സാഹിത്യകാരന്മാർ ഭാഷയില്ല, അതെ, ഇങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോൾ കൈകളിൽ നിന്നും തുളുമ്പിത്തെറിച്ചു പോകുന്ന മദ്യകണങ്ങൾ സ്പോഞ്ച് മുക്കി ഞാനിങ്ങനെ ഒപ്പിയെടുത്ത് സംരക്ഷിച്ച് എൻ്റെ സ്വന്തം ഗ്ലാസ്സിൽ പിഴിഞ്ഞൊഴിച്ച് ഞാനങ്ങ് കുടിക്കും. അതെന്താ അങ്ങനെ? അല്ല, മറ്റു ക്ലാസ്സുകളിലൊക്കെ അണുബാധ ഉണ്ടാവും. അതാ ലോകത്ത് എവിടെയാണെങ്കിലും ഈ സ്പോഞ്ച് കൊണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്യും. ലോകത്തെവിടെയാണെങ്കിലും സ്പോഞ്ചിനൊറ്റ ഉപയോഗമല്ല ഉള്ളു. വലിച്ചെടുക്കും. വലിയ സാംസ്കാരിക സാഹിത്യ നായകനാണല്ലോ. ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ടോ? ജ്ഞാനപീഠം കിട്ടാൻ താല്പര്യമുണ്ടോ കരസ്ഥമാക്കാൻ? ചോദിച്ചു ഞാനൊരു പ്രാവശ്യം. തന്നില്ല. കാരണം അത് ഈ ജ്ഞാനമില്ലാത്തവർക്ക് വേണ്ടി അജ്ഞാനികൾ കൊടുക്കുന്ന ഒരു പീഠമാണ് ജ്ഞാനപീഠം എന്നാണ് ഞാൻ കരുതുന്നത്. കലാ പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇങ്ങ് വന്ന് ചേർന്നോളൂ. നമ്മൾ ഇതിന്റെ പുറയിലൊന്നും പോകണ്ട. നാണച്ചേട്ടൻ അച്ഛനെ പോലെ പാടുവെന്ന് കേട്ടത്. പാട്ടൊക്കെ പാടും, കലയൊക്കെ. അപ്പൊ എന്റെ തലയിൽ ഇടിച്ചു കൊണ്ടിട്ടിട്ട് അതെ, പൈതൃകം എന്ന് പറയുമ്പോ അച്ഛൻ മാത്രമേ പാട്ട് പാടുള്ളൂ. അച്ഛൻ മാത്രമല്ല, അമ്മാവനും
വലിയ കലാകാരനായിരുന്നു. നിങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും കലാകാരന്മാരാണ്. അതാണല്ലോ നമ്മളിലേക്ക് വന്നു ചേർന്നത്. അത് ശരി. അമ്മാവൻ ഈ പിന്നെ പാട്ടുകാരൻ മാത്രമല്ല, പുള്ളി വലിയ അഭ്യാസിയായിരുന്നു. 108 കളരിക്ക് അഭ്യാസിയായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. വിദേശികൾ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ചെഷയർ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു. ബഷീറോ? ചെഷയർ കൊള്ള കൂട്ടിന് പറ്റും. അറിവിന്റെ കാര്യത്തിൽ അതായത് 2ാം ലോക മഹായുദ്ധകാലത്തെ ആ യുദ്ധത്തിന് നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് കൊണ്ടിട്ടയാൾ അമേരിക്കയുടെ പൈലറ്റ് അമ്മാവന്റെ ശിഷ്യനായിരുന്നു. അമ്മാവന്റെ നല്ല ഈ അഭ്യാസമൊക്കെ പുള്ളി പഠിച്ചെടുത്തത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രയോഗിച്ചത്. ഇത് പ്രയോഗിച്ചിട്ട് പുള്ളി വാരച്ചൂട്ടിനകത്ത് ചാടി രക്ഷപ്പെട്ട് വന്ന് വീണത് ബോംബെയില. നമ്മുടെ മഹാരാഷ്ട്രയിലെ ബോംബെയിലോ? മഹാരാഷ്ട്രയിലല്ല, എന്ന് പറഞ്ഞാൽ ഈ ബസ്സേല കാറേല എന്നൊക്കെ പറഞ്ഞതൊക്കെ ബോംബെയിലാ വന്ന് വീണത്. പുല്ല് പൊട്ടിത്തെറിച്ച് അങ്ങ് പോയല്ല. ആ ബോംബെയിലെ കാര്യമാണ് പറഞ്ഞത്. വെരി ഗുഡ്. അല്ല, ചോദിക്കട്ടെ, ഈ പുതിയ തലമുറയ്ക്ക് വായനാശീലം കുറവാണ് എന്നൊരു അതെ പറയുന്നുണ്ടല്ലോ. ഈ പുതിയ ഈ കമ്പ്യൂട്ടറിന്റെയും നെറ്റിന്റെയൊക്കെ ആധിക്യം കാരണം പുതിയ തലമുറയ്ക്ക് വായനാശീലം കുറയും. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അവബോധം കുറയുന്നു, മൂല്യച്യുതി സംഭവിക്കുന്നു, ഗ്രന്ഥങ്ങളെ കുറിച്ചറിയില്ല, അതിനകത്തുള്ള കഥാപാത്രങ്ങളെ മറന്നു കഴിഞ്ഞു. മായാവിയെ മറന്നു, കുട്ടൂസനെ മറന്നു. ഇങ്ങനെ പോയാൽ എനിക്ക് തോന്നുന്നത് അമൂല്യ ഗ്രന്ഥങ്ങളായ മുത്തിച്ചിപ്പിയൊക്കെ അന്യം നിന്ന് പോകാൻ സാധ്യത. അല്ല, ഇത്രയും വലിയ മഹാപണ്ഡിതനാണല്ലോ. മഹാപണ്ഡിതനല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. വിനയം. പക്ഷെ ഒരു ചോദ്യം അവിടെ നിന്ന് നേരത്തെ ചോദിച്ചു. സംസ്കൃതത്തിൽ നല്ല ജ്ഞാനമാണല്ലോ. സംസ്കൃതം എന്ന് പറയുമ്പോൾ ദേവഭാഷയായിട്ട് വരും. ദേവനാഗരി ഭാഷ. ദേവനാഗരി ഭാഷ ഇപ്പൊ അത് പിന്നെ അല്ല, ഒരു സംസ്കൃത ശ്ലോകം ഒന്ന് ചൊല്ലണം പ്ലീസ്. സംസ്കൃത ശ്ലോകം ചെല്ലുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ അച്ഛൻ ചെല്ലുമായിരുന്നു, അമ്മ ചെല്ലും, അങ്ങനെ കണ്ട് പാരമ്പര്യമായിട്ട് നമുക്ക് വന്ന്. ഞാൻ സംസ്കൃതത്തിൽ 1968 ഒരു കവിത രചിച്ചിട്ടുണ്ടായിരുന്നു. രചിക്കാൻ തുടങ്ങിയതാ അപ്പോഴത്തേക്ക്. അല്ല, അത് രചിക്കാൻ തുടങ്ങിയതേ ഉള്ളു. ആ സമയത്ത് നമ്മുടെ വേറൊരു സുഹൃത്ത് രാമവർമ്മ, പുള്ളി വയലാറെന്ന് ഷോർട്ട് ഫോമിൽ അറിയോ, രാമവർമ്മ, പുള്ളി അത് അടിച്ചു മാറ്റി എഴുതി. അതോട്ടെ ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ചാൽ അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എഴുതാൻ വെച്ചിരുന്നത് അങ്ങനല്ല, സ്നേഹത്തെ കുറിച്ചായിരുന്നു. സ്നേഹമാണല്ലോ അഖിലസാര മൊഴിയിൽ. അപ്പോൾ സ്നേഹത്തെ മനുഷ്യൻ മതങ്ങളെ സ്നേഹിച്ചു, മതങ്ങൾ ദൈവത്തിനെ സ്നേഹിച്ചു, ദൈവം മണ്ണിനെ സ്നേഹിച്ചു. എത്ര സുന്ദരമായ വരികൾ. അതെ അതെ. അത് തിരിച്ചിട്ട് കളഞ്ഞു വയലാർ. എങ്ങനെ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ദൈവവും മനുഷ്യനും എല്ലാം കൂടെ ചേർന്ന് മണ്ണ് പങ്കുവച്ചു. ഇവരെന്തോ മണ്ണൽ മാഫിയെ. എനിക്കറിയാം കാലത്തിന്റെ ഓരോ പോക്ക്. പുതിയൊരു പയ്യന്മാർക്ക് വേണ്ടി ഞാനൊരു കവിത എഴുതി കൊടുത്തായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട്. ന്യൂ ജനറേഷൻ. അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ വാക്കുകൾ. അപ്പങ്ങളെമ്പാടും കേട്ടിട്ടുണ്ടാവും. അമ്മാവി വൈകാരികമായ ബന്ധമുണ്ട്. ഈ അമ്മാവിയും മരുമകനും തമ്മിൽ സ്വാഭാവികമായി ചേരില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. അമ്മാവി മരുമകന് വേണ്ടി അപ്പങ്ങളെമ്പാടും ചുട്ട് തള്ളുക. അത്തരത്തിലാണ് കാര്യം. അവസാനം ഇവര് അപ്പം ചുട്ടി കച്ചവടം ചെയ്ത് നഷ്ടം വന്നിട്ട് അവര് ഭ്രാന്താവുക. മനുഷ്യന്റെ മനസ്സിന്റെ മറ്റൊരു തലങ്ങളിലേക്ക് വ്യാപരിക്കുന്ന വിജൃംഭിതമായ മനസാക്ഷിയുടെ വിരാഗ്രിയിൽ വിരിക്കുന്ന മറ്റൊരു ശ്വാസം കിട്ടിയില്ല. അല്ല, ഈ അപ്പങ്ങളെമ്പാടും നമ്മുടെ പ്രശസ്തനായ ഒരു കവി, പാട്ടെഴുത്തുകാരൻ എഴുതിയ ഒരു പാട്ടല്ലേ അത്? റഫീഖ് അഹമ്മദ്. ഞാൻ പറഞ്ഞല്ലോ, ഈ മോഷണം കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അതിനകത്ത് താല്പര്യമില്ല, കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ കവിത വയലാർ കൊണ്ടുപോയി.
ഈ മോഷ്ടിക്കുന്നതിനകത്തൊന്നും നിലനിൽക്കത്തില്ല. ഇപ്പൊ റഫീഖ് അഹമ്മദ് നിങ്ങളുടെ കവിത മോഷ്ടിച്ചു എന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറയില്ല. സർഗസൃഷ്ടിയുള്ളവരെ നിലനിൽക്കൂ. വയലാറിപ്പോ എവിടെ? ഫീൽഡിലില്ല. നമുക്ക് അനർഹമായ ഒന്നും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, നിലനിന്നു പോവുക. അല്ല ചേട്ടാ, ഇപ്പൊ പ്രതിഭകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്താ പ്രതിഭകളെ കുറിച്ചാണല്ലോ പറയുന്നത്. പ്രതിഭകളെ ഈ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും എന്താ പറയാ ദൈവം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രതിഭയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഈ സച്ചിൻ കളി നിർത്തിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പത്രത്തിൽ വരെ വന്നതാ. അതെ അതെ. എന്നാ കാര്യം? 40-ാമത്തെ വയസ്സിലാ പുള്ളി കളി നിർത്തുന്ന. അത്ര നാള് കളിച്ചു കിടന്ന് ഇനി ഒരു ജോലി കിട്ടുമോ പഠിച്ച്? ആലോചിച്ചു കഷ്ടം. അതൊക്കെയാ പത്രത്തിൽ വരുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും അറിവുള്ള ഒരാളാണല്ലോ, സാംസ്കാരിക രംഗത്ത്, കവിതയില്, സംസ്കൃതത്തില്, പാട്ടില്, എല്ലാത്തിലും ഇത്രയും കഴിവുള്ള ഒരാളാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്താൻ ഉദ്ദേശമുണ്ടോ? ഈ ഗിന്നസ് ബുക്ക്, ഞാന് മലയാളത്തില് ഈ ഗിന്നസ് ബുക്ക് ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് നമ്മളോട് ആലോചിച്ച് അവര് വിളിച്ചു. അവര് വിളിച്ചല്ലേ? ഞാൻ കൊച്ചു പുസ്തകം നായിടായിരുന്ന. അപ്പൊ അതിനകത്ത് ചില ആൾക്കാര് വന്നു പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഇതിനകത്ത്. ഏതില്? ഗിന്നസ് കൊച്ചു ഈ പുസ്തകം എന്ന് പേരിടായിരുന്നത് വന്ന് പെട്ടിട്ടുണ്ട്. അതാരാത്? അതാരാണത്? അതാ നമ്മളെന്തിനാ ഇതാക്കി അന്വേഷിക്കുന്നത്? അപ്പോ ഈ കൊച്ചു പുസ്തകം ഇടായിരുന്നിരുന്നു. പിന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ടു, പ്രസാദ്. പ്രസാദ് കേട്ടില്ല? പ്രസാദ് പ്രസാദ് ഓക്കെ, പ്രസാദ് ആണ്. പ്രസാദ് പ്രസാദ് കേസ് മിമിക്രിയായി കളിച്ച് കിടക്കുക. അപ്പോ പുള്ളി ഒരു സമിതിയുടെ ഒരു പേര് ഗിന്നസ്. എന്തെടുത്താണ് പിന്നെ അങ്ങോട്ട് ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ അങ്ങനെയാണ് ഗിന്നസ് ബുക്കിന്റെ കാര്യത്തിലേക്ക്. അപ്പൊ പുള്ളി അടുത്തങ്ങാണോ താമസിക്കുന്നത്? ചുമ്മാതല്ല, ഈ അമ്മാവന് ചില്ലറ കൂടാത്തരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഈ കാവ് അറിയുമായിരിക്കും. ഈ കാവില് അല്ലല്ല കാവ് കാവ് ഇത് രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ വ്യാജാനായിട്ട് കാര്യമില്ല. അവിടെ ഈ കാവിലോട്ട് പോകുന്ന വഴിക്ക് അമ്മാവൻ 2 ഇടുങ്ങിയ വഴിയാ മതിലിങ്ങനെ കെട്ടിപ്പോക്കിയിരിക്കുക. നടന്ന് അങ്ങോട്ട് ചെന്നപ്പോ തന്നെ അമ്മാവന് ഇരട്ട ശീൽക്കാരം ശീൽക്കാരം ഒരു ശബ്ദം. അത് കേട്ടപ്പോഴേ അമ്മാവനൊന്ന് നിന്ന് ഒന്ന് തുറച്ചു പോകുക. സംഭവം എന്തുവാ? ഒരു 18 അടി നീളം, ഒരു 12 അടി വീതിയില്, ഒരു 10 അടി വ്യാസത്തില് മുറം പോലെ പിരിഞ്ഞു നിന്നങ്ങ് ആടുക. എന്തുവാ? രാജവെമ്പാല. തൊട്ട് ഫ്രണ്ടില് ചലിക്കാൻ പറ്റില്ല, കൊത്തും. ഏതാണ്ട് 7 ദിവസമായി പട്ടിണി കിടന്നിട്ട് ആ വീര്യത്തിലാണ് നിൽക്കുന്നത്. അമ്മാവൻ അവിടെ നിന്ന് നിന്ന് പാളി പുറന്നോട്ട് നോക്കിയപ്പോ എന്തുവാ? വേറെ ഒരു മൂക്കൻ പുറകെ നിൽക്കുക. മൂക്കനുണ്ട്, മൂക്കത്തിയും കുടുംബമായിട്ട് ചെയ്യുക. 2 കൊച്ചുങ്ങളും ഉണ്ട്, ആണും പെണ്ണും. എന്നിങ്ങനെ പുറകെ നിൽക്കുക. പോയത് അഭ്യാസിയ അമ്മാവൻ എപ്പോഴും ഈ മുറുക്കുന്ന ശീലം ഉണ്ടാണ്ട് ചെറിയൊരു ഉച്ചവിച്ചാത്തിരിക്കുന്നുണ്ട്. എവനെ ഇങ്ങോട്ടെടുത്ത് വില്ല് പോലെ വളഞ്ഞ് അറിയാതെ കാലിൻ്റെ ഞരമ്പ്, കുഴിഞ്ഞരമ്പ് രണ്ടും കൂടെ അങ്ങ് കട്ട് ചെയ്തങ്ങ്. എന്നിട്ട് മുണ്ടിന്റെ തലപ്പ് വലിച്ചു കയറി കാലിന്റെ മുട്ടിന് താഴെ മുറുക്കി അങ്ങ് കിട്ടി. പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെട്ടു. പാമ്പ് നാണിച്ച് കുറെ നേരം നിന്നിട്ട് സ്ഥലം വിട്ടുപോയി. അങ്ങനെ പാമ്പ് കടി കൊള്ളാതെ അമ്മാവൻ രക്ഷപ്പെട്ടു. അല്ല, അമ്മാവൻ മരിച്ചുപോയി, ചോര വാർന്ന് മരിച്ചുപോയി. ഇങ്ങനെ ചില അഭ്യാസങ്ങളും അമ്മാവന്റെ കയ്യിലൊക്കെ ഉണ്ട്. അല്ല, ശിഷ്യഗണങ്ങളെ കുറിച്ചേ സംശയം. ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാരാണ്? ഏറ്റവും പ്രഗത്ഭനായ എല്ലാവരും എൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യനാണ്. അവരാരെങ്കിലും ആണോ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഏതായാലും സമയമില്ല. ഞാനൊരു
പ്രതികരിക്കാനൊന്നുമില്ല. ഏതായാലും സമഗ്ര സംഭാവനയ്ക്ക് എൻ്റെ ഒരു പൂച്ചുണ്ട്. സാധാരണ കൊടുത്തല്ലേ ശീലം. അതെ അതെ അതെ. ഒരെണ്ണം വാങ്ങിച്ചാട്ടെ. ഇതും കൂടി ഇരിക്കട്ടെ. കയ്യ തുറന്ന മനസ്സോടെ ആണല്ലോ. തുറന്ന മനസ്സാ, തുറന്ന ട്രോഫി. വീട്ടിൽ കൊണ്ട് വെക്കാം. പിന്നെ ആരെങ്കിലും പ്രത്യേകിച്ച് പോലീസുകാരെങ്ങാണം വന്ന്, പ്രത്യേകിച്ച് പോലീസുകാരൻ വിവരമില്ലാത്തവരല്ലേ, വന്നങ്ങാണം ചോദിച്ച എന്തിനാടാ ഈ ട്രോഫി എടുത്തുകൊണ്ട് ഓടിയെന്നാണ് ചോദിച്ചാൽ സമ്മതിച്ചു കൊടുക്കരുത്. അണ്ണാ പിന്നെ കൂടുതൽ ഉപദ്രവിക്കുകയാണെന്നെങ്കിൽ ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇവിടെ നിൽക്കണം.